നമസ്കാരം. കണ്ണൂർ മുൻ ADM-ന്റെ ആത്മഹത്യയിൽ CBI അന്വേഷണം വരുന്നു. ഇന്ന് കൂടിയ മന്ത്രിസഭാ യോഗമാണ് CBI അന്വേഷണത്തിന് കേന്ദ്ര സർക്കാരിനോട് ശുപാർശ ചെയ്ത്. നിലവിൽ ഒരു പ്രതി മാത്രമാണ് സംസ്ഥാന സർക്കാർ അന്വേഷിച്ചപ്പോൾ ഉണ്ടായിരുന്നത്. അത് PP ദിവ്യയാണ്. മുൻ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും CPM-ന്റെ ജില്ലാ കമ്മിറ്റി അംഗവും കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗവും ആ നാട്ടിലെ അല്ലെങ്കിൽ സംസ്ഥാന തലത്തിലെ രണ്ട് പ്രധാനപ്പെട്ട CPM-ന്റെ വനിതാ നേതാവായ PP ദിവ്യ ADM നവീൻ ബാബുവിൻ്റെ ട്രാൻസ്ഫർ പാർട്ടിയിൽ വന്ന് അനാവശ്യമായി അദ്ദേഹത്തിനെതിരെ ആരോപണം ഉന്നയിച്ചതിൽ മനംനൊന്താണ് നവീൻ ബാബു മരണപ്പെട്ടത് അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്തതെന്നാണ് പോലീസ് കേസ്. പക്ഷേ നവീൻ ബാബുവിൻ്റെ കുടുംബം പറയുന്നത് അദ്ദേഹം ആത്മഹത്യ ചെയ്യില്ല, അദ്ദേഹത്തിനെ ആരോ കൊന്നു കെട്ടിത്തൂക്കിയതാവാനാണ് സാധ്യത എന്നാണ് നവീൻ ബാബുവിൻ്റെ കുടുംബം പറയുന്നത്. നിലവിൽ PP ദിവ്യ മാത്രമാണ് അതിലെ പ്രതി. കൂടാതെ PP ദിവ്യ ഈ ആരോപണ വിധേയമായ നവീൻ ബാബു ഒരു പെട്രോൾ പമ്പ് അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട കേസ് പറയുന്നുണ്ട്. ആ പെട്രോൾ പമ്പ് അനുവദിക്കാൻ ബന്ധപ്പെട്ടത് PP ദിവ്യയുടെ ഭർത്താവാണെന്നും CPM-ന് ഉന്നത നേതാക്കന്മാരുമാണെന്നൊക്കെയാണ് പറയുന്നത്. ആ വശം അന്വേഷിച്ചിട്ടില്ല എന്നുള്ളതും നവീൻ ബാബുവിൻ്റെ കുടുംബം ഉന്നയിക്കുന്ന മറ്റൊരു വസ്തുതയാണ്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് CBI അന്വേഷണം പോകുന്നത്. പിന്നെ CPM ഈ CBI അന്വേഷണത്തെ നഖശിഖാന്തം എതിർക്കുകയാണ്. അതായത് CPM കുടുംബത്തോടൊപ്പമാണെന്ന് ഉറക്കെ പറയുകയും പക്ഷേ CBI അന്വേഷണത്തെ കടുത്ത രീതിയിൽ എതിർക്കുകയും ചെയ്യുകയാണ് നവീൻ ബാബു CPM-ന്റെ ഉന്നത നേതാക്കന്മാർ. അതിൻ്റെ കാരണം ഈ CBI അന്വേഷണം വന്നു കഴിഞ്ഞാൽ PP ദിവ്യ മാത്രമല്ല, ഈ പെട്രോൾ പമ്പുമായി ബന്ധപ്പെട്ട ബിനാമി ഇടപാടുകളും മറ്റ് വൻ ഇടപാടുകളും CPM-ന്റെ ഉന്നത നേതാക്കന്മാരിലൊക്കെ ഈ അന്വേഷണം പോകാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. ഇതിൽ മുന്നിൽ കണ്ടാണ് CPM എതിർക്കുന്നതെന്നാണ് പറയപ്പെടുന്നത്. എന്തായാലും നമുക്ക് നോക്കാം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം.